UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ 6 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചതായി വിവരം. പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുൻപാണ് ചോദ്യപേപ്പർ ചോർന്നത്. ഡാർക്ക് വെബ് എൻക്രിപ്റ്റ് ചെയ്ത സമൂഹമാധ്യമങ്ങൾ വഴിയും ചോദ്യപേപ്പർ ചോർന്നതായി വിവരമുണ്ട്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഞെട്ടിക്കുന്ന വിവരമാണിപ്പോൾ CBI പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉറവിടം ചോർന്നത് എവിടെ നിന്ന് എന്നത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ കോച്ചിംഗ് സെന്ററുകൾക്കുൾപ്പെടെ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്കാണോ CBI എത്തിച്ചേർന്നിരിക്കുന്നത്? എന്തൊക്കെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ CBI പുറത്തുവിടുന്നുണ്ട്? അനുജ, തീർച്ചയായിട്ടും. കാരണം ഈ UGC സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് അത് ഈ നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റ് ആണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം പ്രകടിപ്പിക്കുകയും തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം ആ പരീക്ഷ റദ്ദാക്കുകയും ചെയ്തത്. ഇന്നലെ ഇതിൽ CBI FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലാണ് ഈ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് വിശദമായി പരിശോധിക്കുമ്പോൾ 45, അതായത് പരീക്ഷ നടക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് തന്നെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അത് ആവശ്യക്കാർക്ക് 6 ലക്ഷത്തിലധികം രൂപയ്ക്കാണ് വിറ്റതായും കൂടി CBI വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇതിനായി ഉപയോഗിച്ചത് ഈ ഡാർക്ക് വെബിലൂടെയും അതുപോലെ തന്നെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയുമായിരുന്നു ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് എന്നടക്കമുള്ള വിശദാംശങ്ങളാണ് CBI വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും ചില കോച്ചിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതിന് പിന്നിലെ ഉറവിടം, അതിലേക്കൊരു സ്ഥിരീകരണം ഇപ്പോൾ CBI നൽകുന്നില്ല. കാരണം വലിയ റാക്കറ്റുകൾ പ്രവർത്തിച്ചിരുന്നു എന്ന് CBI പറയുന്നുണ്ട്. പക്ഷേ അത് ആരിലേക്കാണ്, അല്ലെങ്കിൽ ആ റാക്കറ്റുകളിൽ പ്രവർത്തിക്കുന്നവർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ CBI ഈ ഘട്ടത്തിൽ നൽകുന്നില്ല. എന്തായാലും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം രക്ഷിതാക്കൾ 30 ലക്ഷത്തിലധികം രൂപ ചില മാഫിയയ്ക്ക് ചോദ്യപേപ്പറിനായി കൈമാറി എന്ന് കണ്ടെത്തിയിരുന്നു. അത് ഈ ചെക്കുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിലിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് വഴി മാഫിയയിലേക്ക് എത്തുവാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ വിഭാഗം നടത്തുന്നത്. അതുപോലൊരു നീക്കങ്ങൾ ഒരുപക്ഷെ CBIയുടെ ഭാഗത്തും ഉണ്ടാവും. അതായത് ഈ 6 ലക്ഷം രൂപ ഏത് മീഡിയ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ UGC സെറ്റ് പരീക്ഷയാണ് നെറ്റ് പരീക്ഷയാണ് ഒറ്റ രാത്രി കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കിയത്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെയാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ CBI പുറത്തുവിട്ടത്. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ആസൂത്രകനെന്ന് ആവർത്തിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. കെജ്രിവാളിന് ജാമ്യം നൽകിയ വിചാരണ കോടതി ഉത്തരവിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ED വ്യക്തമാക്കുന്നു. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. EDയുടെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുന്നുണ്ടോ ഇന്ന്? ഇതിൽ ഇന്നലെ വിചാരണ കോടതി നടത്തിയ ആ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? വിചാരണ കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. ആ ഉത്തരവിന്റെ അകത്ത് നിശ്ചിതമായിട്ടുള്ള വിമർശനം ED നടത്തിയ അന്വേഷണത്തെ സംബന്ധിച്ചും ED ഉണ്ടാക്കിയ കാലതാമസത്തെ സംബന്ധിച്ചും രേഖപ്പെടുത്തുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ED ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ED സമർപ്പിച്ചിരിക്കുന്ന പരാതിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ് ഈ വിഷയത്തിന്റെ ഗൂഢാലോചകൻ എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം നിയമ വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങളെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇക്കാര്യത്തിൽ ഉണ്ട്. കോഴ മേടിച്ചതിനുള്ള തെളിവുകൾ ഉണ്ട്. പൊതുമണ്ഡലത്തിലുള്ള വസ്തുതകളുമായി താരതമ്യം ചെയ്താൽ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളാണ് മൊഴികളായി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ മൊഴികളെ ഏതെങ്കിലും വിധത്തിൽ അവിശ്വസിക്കാൻ സാധിക്കില്ല. കൃത്യത നിറഞ്ഞ ആ മൊഴികളെ ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ പൊതുമണ്ഡലത്തിൽ നിന്ന് പരിശോധനാ യോഗ്യമായി വിധേയമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്ന് ED പറയുന്നു. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച ആ ഉത്തരവ് തുടരുന്ന സാഹചര്യമുണ്ടായാൽ അത് അന്വേഷണത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നതാണ് EDയുടെ നിലപാട്. അനുജ.
അതാണ് മദ്യനയ അഴിമതി കേസിൽ താത്കാലിക ജാമ്യം അനുവദിച്ചതിലാണ് ഇപ്പോൾ അതിലൊരു താൽക്കാലിക സ്റ്റേ ഉണ്ടായിട്ടുള്ള ജാമ്യം അനുവദിച്ചതിൽ താൽക്കാലിക സ്റ്റേ അത് ഇഡിയുടെ ഹർജി പരിഗണിച്ച് അതിൽ തീർപ്പാകുന്നത് വരെ താൽക്കാലിക സ്റ്റേ എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഡൽഹിയിൽ കനത്ത ചൂടിന് ആശ്വാസമായി നേരിയ മഴ ലഭിച്ചു. ഉഷ്ണതരംഗത്തിനിടെയാണ് മഴ എത്തിയത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, കടുത്ത ചൂടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡൽഹിയിൽ. ഇപ്പോൾ ഈ മഴ ആശ്വാസകരമാകുന്നുണ്ടോ? മഴ തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആർക്കെയുടെയൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് അത് ഇപ്പോഴും പെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും കനത്ത ഉഷ്ണതരംഗമാണ് ഡൽഹിയിൽ ഏതാനും ദിവസങ്ങളായി തുടരുന്നത്. നമുക്കറിയാം 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെ ഡൽഹിയിലെ ചൂട് പോയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഡൽഹിയിൽ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഇന്നിപ്പോൾ അല്പസമയം തന്നെ ഡൽഹിയിൽ മഴ അനുഭവപ്പെട്ടു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ ഗുരുഗ്രാം, RK പുരം അടക്കമുള്ള സ്ഥലങ്ങളിലായിരുന്നു നേരത്തെ മഴ ലഭിച്ചത്. നഗരത്തിൽ അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഡൽഹി നഗരത്തിലടക്കം മഴ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം കനത്ത ചൂടിനിടെ ഉണ്ടാവുന്ന ഒരു ആശ്വാസം എന്ന നിലയിൽ തന്നെ ഇത് ഈ മഴയെ നമുക്ക് അങ്ങനെ കണക്കാക്കാം. നേരത്തെ തന്നെ 46 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ രാത്രി രേഖപ്പെടുത്തിയ ചൂട്. എന്തായാലും ഇപ്പോഴത്തെ താപനില അത് 38 ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞിട്ടുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കാലാവസ്ഥ ഇത്തരത്തിൽ കുറയുന്നത് എന്നത് ആശ്വാസകരമാണ്. എന്തായാലും നഗരത്തിലെ പലയിടങ്ങളിലും ഇപ്പോഴും മഴ ലഭിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴ ലഭിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹി NCR മേഖലയിലടക്കം ഇപ്പോൾ കനത്ത മഴ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുജ, ആശ്വാസമായി മഴ, വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് എന്ന വിവരമാണ് നിതിൻ അംബുജൻ നൽകിയത്. മലപ്പുറത്ത് ഗേറ്റിൽ കുടുങ്ങി 9 വയസ്സുകാരൻ മരിച്ചത് കഴുത്തിനേറ്റ പരിക്കിനെ തുടർന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 2 ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദം കാരണം കഴുത്തിന് ഒടിവുണ്ടായി എന്നതാണ് റിപ്പോർട്ട്. ഇന്ന് രാവിലെയാണ് റിമോട്ട് ഗേറ്റിൽ അകപ്പെട്ട് മുഹമ്മദ് സിനാൻ മരിച്ചത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. മുത്തശ്ശിയും തൊട്ടു പിന്നാലെ മരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നു. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? അനുജ, 9 വയസ്സുകാരൻ മുഹമ്മദ് സിനാന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് കുട്ടിയുടെ കഴുത്തിനേറ്റ പരിക്കാണ് മരണത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കഴുത്തിന് രണ്ട് ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കാരണം കഴുത്തിന് ഒടിവുണ്ടായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഈ ഓട്ടോമാറ്റിക് ഗേറ്റ് അടഞ്ഞത് മൂലം ഈ കുഞ്ഞ് മതിലും ഈ ഗേറ്റും തമ്മിൽ ഇടയിൽപ്പെട്ട് കുഞ്ഞ് ഞെരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് മരണകാരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 4:10 കൂടിയാണ് ഈ മുഹമ്മദ് സിനാൻ ഈ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കുടുങ്ങുകയും പിന്നീട് മരിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായത്. അതിന് പിന്നാലെ കുഞ്ഞിന്റെ മരണ വാർത്തയെ അറിഞ്ഞ് ഈ കുഞ്ഞിന്റെ മുത്തശ്ശി ആസിയ എന്ന് പറയുന്ന 55 വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 12 മണിയോട് കൂടി ചിലവിൽ ജുമാ മസ്ജിദിൽ കബറടക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ മുത്തശ്ശിയുടെ മൃതദേഹം കബറടക്കം കഴിഞ്ഞിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിലെ വാഹനാപകടത്തിൽ മരണം 3 ചികിത്സയിലിരുന്ന തേക്കുംകുറ്റി സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. പിക്കപ്പ് വാൻ കടയിലേക്ക് പാഞ്ഞു കയറിയാണ് അപകടമുണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ. ചികിത്സയിലുണ്ടായിരുന്ന മൂന്നാമത്തെ ആളും ചികിത്സയിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിലൊരാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തേക്കുംകുറ്റി സ്വദേശി മുഹമ്മദ് റാഫിയാണ് അല്പസമയം മുമ്പ് മരിച്ചത്. ഇപ്പോൾ നിലവിൽ 2 പേർ കൂടി മുക്കത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ പിക്കപ്പ് വാൻ കടയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. 2 പേർ തൽക്ഷണം തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുളിരാമുട്ടി സ്വദേശികളായ സുന്ദരൻ, ജോൺ എന്നിവരാണ് മരിച്ചത്. കടയുടമയായ ജോമോനും പിക്കപ്പ് വാൻ ഡ്രൈവർക്കും ഒപ്പം മറ്റൊരാൾക്കും കൂടിയാണ് ഈ ഗുരുതരമായി പരിക്കേറ്റത്. അതിൽ ചികിത്സയിലുണ്ടായിരുന്ന മുഹമ്മദ് റാഫിയുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഈ പ്രദേശത്ത് ഈ ചായക്കടയിൽ ഇരുന്നവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട വാഹനം കടയിലേക്ക് ഇടിച്ചു കയറുകയും തുടർന്ന് അപകടമുണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ മറ്റു 2 പേരുടെ നില കൂടി നിലവിൽ അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അനുജ, കോഴിക്കോട് കൂടരഞ്ഞി വാഹനാപകടത്തിൽ മരണം 3. മുഹമ്മദ് റാഫി തേക്കുംകുറ്റി സ്വദേശിയാണ്. അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണമാണ് അല്പം മുൻപ് സംഭവിച്ചത്. ഇടുക്കി അടിമാലി കല്ലാറിൽ ആന പാപ്പാനെ ചവിട്ടിക്കൊന്ന സംഭവത്തിൽ നടപടിയുമായി വനംവകുപ്പ്. ആന സഫാരി പാർക്ക് അടച്ചിടാൻ വനംവകുപ്പ് ഉത്തരവിട്ടു. പ്രാഥമിക അന്വേഷണത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. 24 ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഇപ്പോൾ ഒരു മരണം സംഭവിച്ചു, അതിനുശേഷം വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനമെന്ന്
ഇതിലൂടെ അതെന്താണ് എന്നത് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ടോ വനംവകുപ്പ്? അനുജ, തീർച്ചയായിട്ടും കേരള ഫാം എന്ന് പറയുന്ന ഈ സ്ഥാപനം അല്ലെങ്കിൽ ആന സഫാരി കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഗുരുതര ക്രമക്കേടുകളിലൂടെയാണെന്നാണ് വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അപകടം ഉണ്ടായ സഫാരി പാർക്കിൽ ഉപയോഗിച്ചിരുന്ന ലക്ഷ്മി എന്ന ആനയ്ക്ക് പെർഫോമിംഗ് ആനിമൽസ് ആക്ട് പ്രകാരമുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. നേരത്തെയും ഈ ആന അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നതാണ്. ആ ആനയാണ് സഞ്ചാരികൾക്കായി ഉപയോഗിച്ചിരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഗുരുതരവുമായ കാര്യം. ഒരു ചട്ടവും പാലിക്കാതെ ആന സഫാരി കേന്ദ്രം നടത്തിയതിനാണ് ഈ ഫാം പൂട്ടാനുള്ള ഉത്തരവ് അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ഈ ആനയുടെ ഉടമസ്ഥനായിട്ടുള്ള കോട്ടയം സ്വദേശി ജലാലുദ്ദീൻ, അതുപോലെ തന്നെ നിലവിൽ ആനയെ പരിപാലിക്കുന്ന രവീന്ദ്രൻ, ആന സഫാരി കേന്ദ്രം നടത്തിപ്പുകാരൻ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ബിജേഷ് എന്നിവർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. പെർഫോമിംഗ് ആനിമൽ ആക്ട് 2001, വന്യജീവി സംരക്ഷണ നിയമപ്രകാരം എന്നിങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആനയെ കോട്ടയത്തേക്ക്, ആനയുടെ ഉടമസ്ഥൻ കോട്ടയത്താണുള്ളത്, ആനയെ രജിസ്റ്റർ ചെയ്തേക്കുന്നതും കോട്ടയത്താണ്. അതുകൊണ്ട് തന്നെ ആനയെ അങ്ങോട്ടേക്ക് മാറ്റി നിരീക്ഷിക്കാനും വനംവകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഈ ആന സഫാരി കേന്ദ്രത്തിൽ വെച്ച് അപകടം ഉണ്ടാകുന്നത്. രണ്ടാം പാപ്പാനെ കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായിട്ടുള്ള ബാലകൃഷ്ണൻ എന്നയാളെ ആന ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അതിൽ ആനയുടെ പുറത്ത് കീറുന്നതിന് വേണ്ടി വിനോദസഞ്ചാരികൾ നിൽക്കുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ടതാണ്. ഇടുക്കി കല്ലാറിലെ ആന സഫാരി പാർക്ക് അടച്ചു പൂട്ടാനാണ് ഇപ്പോൾ വനംവകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്നലെയാണ് അവിടെ പാപ്പാനെ ആന ചവിട്ടിക്കൊന്നത്. കുടിശ്ശിക വന്നതിനെ തുടർന്ന് KSEB ഫ്യൂസ് ഊരിയ അഗളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. 15 ദിവസത്തിനുള്ളിൽ ജില്ലാ പഞ്ചായത്ത് കുടിശ്ശിക അടയ്ക്കാമെന്ന ഉറപ്പിലാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. 24 ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 24 ഇമ്പാക്ട്. നിഖിൽ പ്രമേശ് വിശദാംശങ്ങളുമായി. നിഖിൽ, കൂടുതലും ആദിവാസി മേഖലയിൽ നിന്നൊക്കെയുള്ളവർ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഫ്യൂസ് ഊരിയത്. അപ്പോൾ 24ന്റെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു. ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിശദാംശം എന്താണ്? അനുജ, ഇന്ന് രാവിലെ ക്ലാസുകൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ KSEB ഉദ്യോഗസ്ഥരെത്തി ഫ്യൂസ് ഊരുകയായിരുന്നു. ഏതാണ്ട് 53,201 രൂപയാണ് കുടിശ്ശികയായി അടയ്ക്കാനുണ്ടായിരുന്നത്. ഈ തുക ഇത്രയും ദിവസമായിട്ടും അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഫ്യൂസ് ഊരുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് 24 ഇത് വാർത്തയാക്കുകയും വൈദ്യുതി വകുപ്പ് മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കണക്ഷൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. കുട്ടികൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരുന്നു. അട്ടപ്പാടിയിലെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഏതാണ്ട് 3000-ൽ പരം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആദിവാസി മേഖലയിൽ നിന്നുള്ള കുട്ടികളാണ് കൂടുതലും. എന്തായാലും ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് ഈ വിദ്യാലയം വരുന്നത്. ജില്ലാ പഞ്ചായത്ത് 15 ദിവസത്തിനകം തുക അടയ്ക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് KSEB കണക്ഷൻ പുനഃസ്ഥാപിച്ചത്. അനുജ, അതാണ് 24ന്റെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു. സ്കൂളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. കണ്ണീരായി കള്ളാക്കുറിച്ചി. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 52ആയി. ചികിത്സയിലുള്ള 30 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കേസിലെ മുഖ്യപ്രതി ചിന്നദുരയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് മദ്രാസ് ഹൈക്കോടതി രംഗത്തെത്തി. ദുരന്തത്തെ സാധാരണമായി കാണാൻ കഴിയില്ലെന്ന് കോടതി വിമർശിച്ചു. തമിഴ്നാട് നിയമസഭയിലും പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. കള്ളക്കുറിച്ചിയിൽ നിന്ന് ശ്രീകാന്തും മനീഷ് മൂർത്തിയും. ആദ്യം ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, ഇപ്പോൾ ഈ വിഷമദ്യ ദുരന്തത്തിൽ മരണമടഞ്ഞവർ 52 എന്നതാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുള്ളത്. അത് മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ടോ? നമുക്കിപ്പോൾ ഈ വിഷമദ്യ ദുരന്തത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഇപ്പോഴും അവിടെ സുലഭമായി ഇത്തരത്തിലേക്ക് ഈ മേഖലകളിൽ പല ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വ്യാജമദ്യ വിതരണം നടക്കുന്നുണ്ട് എന്നതൊക്കെ ശ്രീകാന്ത് ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടിരുന്നല്ലോ. പുതുതായി നൽകാനുള്ള വിശദാംശം എന്താണ്? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരിച്ച ആളുകളുടെ സംഖ്യയാണ്. 52 പേർ ഇതുവരെ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിക്കുകയുണ്ടായത്. അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. ഇതിനു മുൻപ് ബീഹാറിലൊക്കെ ഇത്തരത്തിൽ വ്യാജ മദ്യ ദുരന്തം ഉണ്ടാവുകയും അത് വലിയ കണക്കുകൾ പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം ഈ അടുത്ത് നമ്മൾ കേൾക്കുന്ന വലിയൊരു കണക്കാണിത്. 52 പേർ ഇതുവരെ മരണമടഞ്ഞു. അതും ഒരു സ്ഥലത്തുള്ള 52 പേരാണ് ഇത്തരത്തിൽ മരണമടയുകയുണ്ടായത് ഈ വിഷമദ്യ ദുരന്തത്തിൽ. ഇനിയും ഏതാണ്ട് 30 ആളുകൾ വളരെ ഗുരുതരമായ ആശുപത്രികളിൽ, വിവിധ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 30 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. മരണസംഖ്യ ഉയരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതാണ്ട് 100-നടുത്ത ആളുകൾ ഇപ്പോഴും വിവിധ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഈ വ്യാജമദ്യം കഴിച്ച ചില ആളുകൾ
ഇത് പുറത്തറിയിക്കാതെ വീടിനുള്ളിൽ തന്നെ തങ്ങിയിരുന്നു. ഇവർ ഏതാണ്ട് ഒരു 10-32 പേരുണ്ടായിരുന്നു. ഇവരെ വീടുകളിൽ കയറി ആരോഗ്യ വിഭാഗവും പോലീസും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഈ കേസിൽ ഇന്ന് 2 അറസ്റ്റ് കൂടി നടന്നു. ഒന്ന് ചിന്നദുരൈ, ഈ കേസിലെ മുഖ്യ പ്രതിയാണ്. അയാളാണ് ഈ മെത്തനോൾ ഈ ഗോവിന്ദരാജ് എന്ന് പറയുന്നയാൾക്ക് എത്തിച്ചു നൽകിയത്. നിരവധി കേസുകളിലെ പ്രതിയാണ്. 100-നടുത്ത് വ്യാജമദ്യ കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാൾ. മറ്റൊന്ന് മാതേഷ് എന്ന് പറയുന്ന മദൻ, അയാളാണ് പിടിയിലായത്. ഇയാൾ മുൻപൊരു വ്യാജമദ്യ ദുരന്ത കേസിൽ പ്രതിയാണ്, ഗുണ്ടയാണ്. ഈ ഗുണ്ട ആക്ട് ചുമത്തി അയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതാണ്. അവിടെ നിന്നും പുറത്തിറങ്ങിയാണ് ഇപ്പോൾ ഈ വ്യാജമദ്യ ദുരന്തത്തിന് അയാൾ കാരണക്കാരനായത്. ഈ മെത്തനോൾ ഈ ചിന്നദുരൈക്ക് എത്തിച്ചു നൽകുന്നത്, പോണ്ടിച്ചേരിയിൽ നിന്നും എത്തിച്ചു നൽകിയത് മദൻ എന്ന ഈ മാതേഷാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഇന്നലെ അറസ്റ്റിലായ 3 പ്രതികളെയും ജൂലൈ 5 വരെ റിമാൻഡിൽ വിട്ടുകഴിഞ്ഞു. കോടതി അന്വേഷണം നടക്കുന്നുണ്ട്. ഏകാംഗ കമ്മീഷൻ ഇതിനോടകം തന്നെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കള്ളക്കുറിച്ചിയിൽ വിവിധ വീടുകളിൽ എത്തി, ദുരന്തത്തിനിരയായവരുടെ വീടുകളെത്തി പരിശോധനയും നടത്തുന്നുണ്ട്. അതേസമയം ഈ കോളനിക്കുള്ളിൽ, ഈ കരുണാപുരം കോളനിക്കുള്ളിൽ തന്നെയാണ് ഈ വ്യാജമദ്യം നിർമ്മിച്ച് വിതരണം ചെയ്തത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ നൽകി. ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോഴും തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ഈ വ്യാജമദ്യം മേഖലകളിൽ വ്യാജമദ്യം വിതരണം ചെയ്യുമ്പോഴും പോലീസ് അവിടെ നോക്കുകുത്തിയാകുന്നു എന്ന വിശദാംശമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്നത്. മനേഷ് മൂർത്തിയിലേക്ക് കൂടി. മനേഷ്, ഇപ്പോൾ ഇന്ന് കോടതിയുടെ ഇടപെടലുണ്ടായി. മദ്രാസ് ഹൈക്കോടതി സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു, റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിയമസഭയിലും ഇന്നതൊരു വലിയ വിഷയമായി മാറിയല്ലോ. പ്രതിപക്ഷ ബഹളത്തിനൊക്കെ സാക്ഷ്യം വഹിച്ചല്ലോ സഭ. അനുജ, ഹൈക്കോടതി ഇന്നിപ്പോൾ അണ്ണാ-DMK നൽകിയ ഹർജിയാണ് പരിഗണിച്ചത്. അത് CBIക്ക് കേസ് വിടണമെന്നുള്ള ഹർജിയായിരുന്നു. ഈ ഹർജി പരിഗണിക്കവെയാണ് രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഹൈക്കോടതി ചോദിച്ചത്, മാരക്കോണത്താണ് ഏറ്റവും ഒടുവിൽ ഈ വ്യാജമദ്യ ദുരന്തം ഉണ്ടാവുന്നത്. 16 പേരാണ് അവിടെ മരിച്ചത്. ആ ഒരു ദുരന്തത്തിന് ശേഷം സർക്കാർ എന്ത് നിലപാടാണ് എടുത്തത്, എന്താണ് ഈ ഒരു കാര്യത്തിൽ നിന്നും സർക്കാർ പഠിച്ചത് എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായും ചോദിച്ച ഒരു ചോദ്യം. മാത്രമല്ല, മുൻപുണ്ടായ വ്യാജമദ്യ ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഇതിനെ തടയിടാൻ, അതായത് വ്യാജമദ്യ ദുരന്തങ്ങളെ തടയിടാൻ, വ്യാജമദ്യം ഈ വിൽക്കുന്നത് തടയാൻ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്നുള്ള കാര്യം ചോദിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് ഈ രീതിയിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ എന്താണ് സർക്കാരിന് പറയാനുള്ള മറുപടി എന്നുള്ളതാണ് ഹൈക്കോടതി ചോദിച്ച 3ാമത്തെ ചോദ്യം. എന്തായാലും ഈ രീതിയിലുള്ള രൂക്ഷമായ വിമർശനമുണ്ടായി. ഇന്നിപ്പോൾ 26-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ അന്വേഷണം നടത്തുമ്പോൾ, നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ വിശദമായ റിപ്പോർട്ട് നൽകണം. അതുമാത്രമല്ല, കഴിഞ്ഞ ദുരന്തങ്ങളിൽ നിന്ന് അതിനുശേഷം സർക്കാർ കൈക്കൊണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയെന്നുള്ളത് കൃത്യമായി തന്നെ കോടതിയെ അറിയിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. 26-നാണ് ഇനിയിപ്പോൾ ആ കേസ് പരിഗണിക്കുക. നിയമസഭയിലേക്ക് വന്നാൽ, നിയമസഭയിൽ ഇന്ന് 3, അതായത് പ്രതിപക്ഷത്തുള്ള അണ്ണാ-DMK ആണെങ്കിലും BJP ആണെങ്കിലും അതുപോലെ തന്നെ പാട്ടാളി മക്കൾ കക്ഷിയാണെങ്കിലും എല്ലാവരും തന്നെ സഭ ബഹിഷ്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. കള്ളക്കുറിച്ചി കേസിൽ തന്നെയായിരുന്നു അത്. ചോദ്യോത്തരവേള നടക്കുന്ന സമയത്ത് ചോദ്യോത്തരവേള മാറ്റിവെക്കണമെന്നും കള്ളക്കുറിച്ചി വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു അണ്ണാ-DMKയുടെ ആവശ്യം. പക്ഷേ അത് സ്പീക്കർ നിരാകരിച്ചു. അങ്ങനെ വലിയ ബഹളമായപ്പോഴാണ് സ്പീക്കർ അണ്ണാ-DMKയുടെ MLA-മാരെ പുറത്താക്കുന്നത്. പുറത്താക്കിയതിനു ശേഷം മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത്, കള്ളക്കുറിച്ചിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമ്പോൾ അവിടെ പ്രതിപക്ഷം വേണം എന്നുള്ള ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു. അങ്ങനെയാണ് തിരികെ സഭയിലെത്താൻ അവരോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്തായാലും തിരികെ സഭയിലെത്താൻ അണ്ണാ-DMKയുടെ MLA-മാർ തയ്യാറായിട്ടില്ല. അതിന് ആ അർത്ഥത്തിൽ അവർ അത് ബഹിഷ്കരിക്കുകയും ചെയ്തു. BJP ആണെങ്കിലും പാട്ടാളി മക്കൾ കക്ഷിയാണെങ്കിലും സഭ ബഹിഷ്കരിച്ച് പുറത്തു വരികയും എല്ലാവരും സർക്കാരാണ് ഈ ഒരു മരണത്തിന് അല്ലെങ്കിൽ ഇതൊരു ദുരന്തത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നു. മാത്രമല്ല, ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള പ്ലക്കാർഡുകളുമായാണ് ഇന്ന് അണ്ണാ-DMKയുടെ MLA-മാർ എന്തായാലും നിയമസഭയിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ്. റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ഗോകുൽദാസ് ആണ് ഈ പറഞ്ഞ ഏകാംഗ കമ്മീഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ന് ഇവിടെ കള്ളക്കുറിച്ചിയിൽ എത്തിയിരുന്നു. കള്ളക്കുറിച്ചിയിൽ എത്തുകയും ആദ്യം യോഗം ചേരുകയാണ് ചെയ്തത്. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. നിലവിലുള്ള സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിച്ചത്. അതിനുശേഷം നേരത്തെ ഉണ്ടായിരുന്ന കരുണാപുരം അവിടെ കോളനിയിലെത്തി. ആ കോളനിയിലുള്ള 2 വീടുകളിൽ, അത് പ്രവീണിന്റെയും അതുപോലെ തന്നെ ജഗദീഷിന്റെയും വീടുകൾ, ആദ്യം മരിച്ച 2 പേരുടെ ദുരന്തത്തിൽ മരണം 52 ആകുമ്പോൾ അതിൽ കോടതിയുടെ ഇടപെടൽ വരുന്നു. അതിരൂക്ഷ വിമർശനം സർക്കാരിനുണ്ടാകുന്നു. ഒപ്പം ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. നിയമസഭയിലും ഈ വിഷയം ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 10 ജില്ലകളിലും നാളെ 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഞായറാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ഏതൊക്കെ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്? എത്ര ദിവസം തുടരുമെന്നതാണ് മുന്നറിയിപ്പ്?
അനുജ, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രധാനമായി കർണാടക മുതൽ കേരള തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തി, ഒപ്പം അറബിക്കടലിൽ ശക്തമാകുന്ന തെക്ക് പടിഞ്ഞാറൻ കാറ്റ്, അതായത് മൺസൂൺ കാറ്റ് ശക്തി പ്രാപിക്കുന്നു. അതാണ് ഈ കാലവർഷം ഈ ആഴ്ച സജീവമാകാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 10 ജില്ലകളിലും നാളെ 12 ജില്ലകളിലും ഞായറാഴ്ച 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഈ ദിവസങ്ങളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം, ഒപ്പം മലയോര മേഖലയിലും ജാഗ്രത വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായി പറയുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ആ വടക്കൻ ജില്ലകളിലുണ്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 6 ജില്ലകളിൽ വീതം ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞായറാഴ്ച കോഴിക്കോട്, കണ്ണൂർ, അതുപോലെ വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിതീവ്ര മഴ വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ ലഭിക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അത് ഈ ദിവസങ്ങൾ പ്രത്യേക ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ സർക്കാർ സംവിധാനങ്ങളോടും പൊതുജനങ്ങളോടും ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒപ്പം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ലൈവ് ന്യൂസ് അവസാനിക്കുന്നു. ഇനി സ്പീഡ് ന്യൂസുമായി ക്രിസ്റ്റീന ചെറിയാൻ. നമസ്കാരം.